Hi all, magic morning. Magic morning. Magic morning. Magic morning. Magic morning. Magic morning. Okay. സുഖാണോ എല്ലാവർക്കും? സുഖാണ് ഉഷാർ. ഉഷാർ. സുഖം. Okay. ഓക്കെ, അപ്പം ഇന്ന് എല്ലാവരും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിക്കാനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ? സർ ഹായ്. എന്താ അൺമ്യൂട്ട് ചെയ്യാനുള്ള മടി കൊണ്ടാണോ? ഓക്കെ, അപ്പം ഇന്ന് സേഫ് സാറിന്റെ സെഷൻ ആണ്. സോ സർ ജോയിൻ ചെയ്തിട്ടില്ലേ? ഓക്കെ, ഞാനൊന്ന് വിളിക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പം സാർ ഇപ്പൊ ജോയിൻ ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ലാസ്റ്റ് ആയിട്ട് സാറിന്റെ സെഷനിൽ ടു ബി ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ഓഫ്ലൈൻ നമ്മുടെ മീറ്റപ്പിന്റെ അന്നാണ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓർക്കുന്നുണ്ടാരെങ്കിലും? യെസ്, അത് ചെയ്ത് നോക്കിയിരുന്നു. അതുപോലെ തന്നെ ഓസ്റ്റിൻ സാർ സെഷൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡെയിലി 10 ഗോളുകൾ എഴുതുക, ഇങ്ങനത്തെ കുറച്ച് ക്ലാസ് ഒക്കെയാണ് അന്ന് കിട്ടിയിരുന്നത്. അപ്പൊ എത്ര പേര് അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിലവിൽ? അതിനുശേഷം എത്ര പേര് ചെയ്തു? നിങ്ങൾക്ക് അത് ചാറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആരും ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നേ? യെസ്, ഓക്കെ ഫൈൻ. അപ്പോ സേഫ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ സെഷനിലേക്ക് പോവാം. അപ്പം ഇന്നത്തെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. Magic morning. Magic morning, sir. Magic morning, sir. Magic morning. Magic morning, sir. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ ഉണ്ടായിരുന്നു? പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എല്ലാ സംഭവങ്ങളും ഉഷാറായി കരുതുന്നു. നമ്മുടെ ലീഡേഴ്സ് മീറ്റ് ഏത് ദിവസമാണ് നമ്മൾ വെച്ചിരുന്നത് വെച്ചെങ്കിൽ ആ ദിവസങ്ങൾ തന്നെ നടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, നോഫർ സാറാണെങ്കിലും സക്സ് ആണെങ്കിലും ഉറപ്പ് വരുത്തുക. ലീഡേഴ്സ് മീറ്റ് കുറയുന്നതനുസരിച്ചിട്ട് നമുക്കെന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഇവിടെ കൗണ്ടും കുറയും. ഓക്കെ, സോ ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടാണ്. ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും സെഷൻ മാപ്പ് എടുത്തിട്ടുണ്ടോ? ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ആരെങ്കിലും ഇത് പറയോ? ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എവിടെ എടുത്തിട്ടുള്ളതാണ് അല്ലേ? എടുത്തിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് അറിയാം? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്ന് പറയാം. ഫീലിങ്സ് ആർ എവറിത്തിങ് എന്നുള്ളതാണ്. എന്താണ് ഫീലിങ്സ്? ഫീലിങ്സ് ആർ എവറിത്തിങ്. ഓക്കെ, വേറെ വേറെ എന്തൊക്കെയാ? സ്വന്തം ഇമോഷൻസ് ശരിയായി മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷനെ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു
കഴിവിനെ. വെരി ഗുഡ്. ശരി, ഞാൻ എന്തായാലും നമുക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസും ലോ ഓഫ് അട്രാക്ഷനും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ് IQ, അല്ലെ? ഇന്റലിജൻസ് കോഷ്യന്റും EQ, ഇമോഷണൽ കോഷ്യന്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഞാനൊരു ഒരു ഇത് പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറയാണ്, എൻ്റെ ഒരു ബോസ് ഉണ്ട്, ബോസിന് ഒരു ലെറ്റർ എഴുതുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏതെങ്കിലുമൊക്കെ ലെറ്റർ എഴുതുമ്പോൾ ഇംഗ്ലീഷ് എഴുതുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ പഠിപ്പിച്ച ടീച്ചറാണ് എന്ത് ചെയ്യുന്നത്, ആശ്രയിച്ചിരുന്നത്. ഓക്കെ, ആ ടീച്ചറാണ് എന്ത് ചെയ്യുക, ഈ ലെറ്ററൊക്കെ ഇദ്ദേഹത്തിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. കാരണം അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ആ ടീച്ചറുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടായിരുന്നു ഈ ഒരാൾക്ക് റിപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിരുന്നത്. ടീച്ചർ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇയാൾക്ക് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. ഓക്കെ, പിന്നെ അദ്ദേഹം പറയാണ്, ChatGPT വന്ന സമയത്ത് പിന്നെ ഇതെല്ലാം ChatGPT ഏറ്റെടുത്തു. ChatGPTക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചു. അതായത് IQ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോഷ്യൻസ് ആണ്, ഇന്റലിജൻസ് കോഷ്യൻസ് ആണ്, ബുദ്ധിയാണ്. ബുദ്ധി കുറഞ്ഞ ഒരാൾക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ അധികം ചെയ്യാത്ത ഒരാൾക്ക് വേണമെങ്കിലും പിന്നെ അത്തരം കാര്യങ്ങൾ എന്താണ്, വ്യാപകമാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, എനിക്ക് ചൈന സംസാരിക്കാൻ അറിയില്ല, വലിയ വിഷയമൊന്നുമില്ല. കാരണം എന്താ, ഡിവൈസ് അവൈലബിൾ ആണ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചൈനീസ് ആൾക്ക് കേൾക്കും. ചൈനയിൽ അയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് മലയാളത്തിലും കേൾക്കും. എന്ന് പറഞ്ഞാൽ ബുദ്ധി വേണ്ട, അല്ലെ പഠിക്കണം എന്നുള്ളത് പറയുന്നത്. അതിലൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ EQ, ഇമോഷണൽ കോഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഒരാളുടെ ലൈഫിൽ സക്സസ് ആവുന്നതെന്നുള്ളതാണ് ഇതിന്റെ പഠനങ്ങൾ പറയുന്നത്. ഇത് ഡാനിയൽ ഗോൾമാൻ എന്ന് പറഞ്ഞ ഒരാളാണ് EQ എന്ന് പറയുന്നത് അതിന്റെ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യൻസ്, എന്താണ് ഇത്, ലോ ഓഫ് അട്രാക്ഷൻ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ആയിരിക്കും നമ്മളൊന്ന് സംസാരിക്കാനും വേണ്ടിയിട്ട് പോവാം. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും നമുക്കൊന്ന് സംസാരിക്കാനും വേണ്ടിയിട്ട് പോകുക, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇമോഷണൽ കോഷ്യന്റ് അല്ലെങ്കിൽ EQ എന്ന് പറയുന്നത് 5 കാര്യങ്ങളിലൂടെയാണ് അവർ ഇതിനെ ഇമോഷണൽ ഇന്റലിജൻസിനെ എന്ത് ചെയ്യുക, EQ മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊക്കെ തന്നെ EQ മെഷർ ചെയ്യാറുണ്ട്, ഓരോ ആളുകളുടെ EQ എത്രയാണ്. 5 കാര്യങ്ങളാണ് EQയിൽ പ്രധാനമായിട്ടും വരിക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എത്ര അറിയാം. അണ്ടർസ്റ്റാൻഡിങ് യുവർ ഇമോഷൻ, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഈ ഇമോഷൻസിന്റെ നമ്മളെ പല തീരുമാനങ്ങളും നമ്മൾ ലൈഫിൽ എടുക്കുമ്പോൾ തെറ്റിപ്പോകുന്നത്, ബന്ധങ്ങൾ തകരുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രധാനമായിട്ടുള്ള സംഭവമാണ് EQ എന്ന് പറയുന്നത്. ഈ സെൽഫ് അവയർനെസ് നിങ്ങൾ നോക്കുക. സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട്, നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ചും സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടൊക്കെ അറിയാനുള്ള കഴിവാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇമോഷണൽ സെൽഫ് അവയർനെസ്സിൽ എനിക്കറിയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, ഞാനൊരു ഷോർട്ട് ടെമ്പേർഡ് ആളാണ്. എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ദേഷ്യം വരുന്ന വ്യക്തിയാണ് ഞാൻ. ഈ അറിവ് എനിക്ക് ഉണ്ടാവുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം കൂടുതലാണെന്ന് അറിയുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ വീക്ക് പാർട്ട് മനസ്സിലാക്കി. നമുക്ക് എപ്പോഴും സ്ട്രെങ്ത് പാർട്ട് മനസ്സിലാക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വീക്ക് പാർട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. കാരണം വീക്ക് പാർട്ട് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെന്ത് ചെയ്യും, സ്ട്രെങ്തേൺ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരാഴ്ച, ഒരു 1 വീക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഇമോഷൻസിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാത്രി ആകുമ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിലൂടെ ഒന്ന് പോയി നോക്കുക. ഇന്ന് മോർണിംഗ് മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലത്തെ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി നോക്കി. ഇന്നലത്തെ ഒരു ദിവസത്തിനെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. ഇന്നലത്തെ ആ ദിവസത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിലൂടെ എന്തൊക്കെ ഇമോഷൻസിലൂടെ നിങ്ങൾ കടന്നുപോയി എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ, ഒന്ന് കണ്ണടച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇന്നലെ രാവിലെ നമ്മൾ എണീറ്റു, അല്ലേ? എണീറ്റിട്ട് എന്തൊക്കെ സംഭവിച്ചു, ഇന്നലെ എൻ്റെ ഇമോഷൻസ് എന്തായിരുന്നു. ഓക്കെ, ആ ഇമോഷൻസിനനുസരിച്ചിട്ട് എൻ്റെ വർക്കിൽ അത് റിഫ്ലക്ട് ചെയ്തോ, എൻ്റെ ഫാമിലി ലൈഫിൽ അത് റിഫ്ലക്ട് ചെയ്തോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഏതൊക്കെ ഇമോഷൻസിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്.
എൻ്റെ ഇന്നലത്തെ ഇമോഷൻസിൽ കൂടുതലും ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ നല്ല മൂഡിലാണ് ഉണ്ടായിരുന്നത്, ചീത്ത മൂഡിലാണ് ഉണ്ടായിരുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നല്ല മൂഡിലാണെങ്കിൽ എന്താ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്? ലോ ഓഫ് അട്രാക്ഷൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ചീത്ത മൂഡിലാണെങ്കിൽ എന്താ ഉണ്ടായിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ബോഡി പെയിൻ ഉണ്ടായിട്ടുണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങൾ അത്തരം ഇന്നലത്തെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ വേസ്റ്റ് ആയിട്ടുണ്ടാവാം. ഏതിലൂടെയാണ് നിങ്ങൾ ഇന്നലെ കടന്നു പോയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നല്ല മൂഡിലൂടെയാണ് കൂടുതൽ സമയം കടന്നു പോയത്, ജി എന്നിട്ട് കമന്റ് ചെയ്യുക. അല്ല, ചീത്ത മൂഡിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ ബി എന്ന് കമന്റ് ചെയ്യുക. ഏത് മൂഡിലൂടെയാണ് നിങ്ങൾ ഇന്നലെ കൂടുതൽ കടന്നു പോയിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരു സംഭവമാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് റെഗുലേഷൻ. ഈ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഈ റെഗുലേറ്റർ നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ളത്? റെഗുലേറ്റർ, ഇവിടെ റെഗുലേറ്റർ എന്ന് കേൾക്കാറുള്ളത്? നമ്മുടെ പിന്നെ ഫാന്, ഗ്യാസ്, നമ്മുടെ ആ, adjust ചെയ്യാൻ എല്ലാത്തിനും. ഫാൻ, ഗ്യാസ് അല്ലേ? ഫാന്, ഗ്യാസ്, റെഗുലേറ്റർ. എന്തിനാ റെഗുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്? റെഗുലേറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യാൻ. കൺട്രോൾ ചെയ്യാൻ. വെരി ഗുഡ്. റെഗുലേറ്റർ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ. ഇത് തന്നെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. കൺട്രോളിങ് യുവർ ഇമോഷൻസ് ആൻഡ് ഇമ്പൾസസ്, സ്റ്റേയിങ് കാം അണ്ടർ പ്രഷർ. ഒരു മനുഷ്യന് ലൈഫിൽ സക്സസ് ആവാനുള്ള ഏറ്റവും വലിയ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ മാം. ലോ ഓഫ് അട്രാക്ഷനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൺട്രോൾ ചെയ്യാൻ. ലോ ഓഫ് അട്രാക്ഷനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് റെഗുലേഷൻസ്, കൺട്രോളിങ് യുവർ ഇമോഷൻസ് ആൻഡ് ഇമ്പൾസ്, നമുക്ക് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. എന്തിനെ? നമ്മളെ ഇമോഷൻസിനെ. എന്നിട്ട് ഏത് പ്രഷറുള്ള സിറ്റുവേഷനിലും അയാൾക്ക് കാമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം സെൽഫ് അവയർനെസ് ആണ്. നിങ്ങളെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള നിങ്ങളുടെ കഴിവാണ്. അതിന് നിങ്ങൾക്ക് 10-ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും? ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചോദിച്ചാൽ മതി. എങ്ങനെ ചോദിച്ചാൽ മതി? നിങ്ങൾ എന്താണ് എൻ്റെതിൽ കണ്ടിട്ടുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു 10 സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് ഈ അവയർനെസ് കൂടും. എത്ര മാർക്കാണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക? ഈ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 2 സമയത്ത് തീരുമാനമെടുക്കുക പറയാറുണ്ട്. 2 സമയത്ത് നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തെറ്റും. ഒരു തീരുമാനം നിങ്ങൾ ഏറ്റവും സന്തോഷവാന്മാരായിരിക്കും എടുക്കുന്ന തീരുമാനം. നിങ്ങൾ നല്ല ഹാപ്പി, നല്ല സന്തോഷത്തിലെടുക്കുമ്പം, ഒരു നല്ല പ്ലഷറിലിരിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം തെറ്റും. സെക്കൻഡ് തീരുമാനം തെറ്റുക, നമ്മൾ നല്ല സങ്കടത്തിലിരിക്കുന്ന തീരുമാനം. ഈ 2 തീരുമാനങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിൽ തെറ്റിപ്പോകും. കാരണം എന്താ? അവിടെ നമ്മുടെ റെഗുലേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ഈ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് അവിടെ ഒന്നില്ലെങ്കിൽ തീ നല്ല കൂടിയിട്ടാണ്, അല്ലെങ്കിൽ തീ നല്ല കുറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഫാൻ്റെ സ്പീഡ് നല്ല ഹൈ ആണ്, അല്ലെങ്കിൽ വളരെ ലോ ആണ്. ഈ 2 രീതിയിലും അല്ല അതിന് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തരാം? അതിന് ഔട്ട്പുട്ട് തരാൻ പറ്റും. എല്ലാവർക്കും പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കാറ്റാവുമ്പോഴായിരിക്കും. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്, എത്രമാത്രം കൺട്രോൾ, അവിടെയാണ് നമ്മളുടെ മെഡിറ്റേഷനും അഫോർമേഷനും ഒക്കെ വളരെ വളരെ പ്രധാനമായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരാൾക്ക് ദേഷ്യം കൂടുതലുള്ള ഒരാളാണ് എന്ന് സങ്കല്പിച്ചോളൂ. അയാൾക്ക് എങ്ങനെയാണ് അഫോർമേഷൻ കൊടുക്കാൻ സാധിക്കുക? ദേഷ്യം കൂടുതലുള്ള ആളാണെങ്കിൽ എങ്ങനെയാണ് അഫോർമേഷൻ കൊടുക്കേണ്ടത്? ആർക്കും പറയാം. എങ്ങനെ അഫോർമേഷൻ കൊടുക്കാം? ഞാൻ നല്ല ശാന്തനാണ്. അതെ, ഞാൻ നല്ല ശാന്തനാണ് അല്ലേ, ഞാൻ വളരെ കാമായിട്ടുള്ള വ്യക്തിയാണ് അല്ലേ, ഞാൻ വളരെ കാമായിട്ടുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ എന്താണ്, പിന്നെ എനിക്ക് എല്ലാ ആളുകളോടും വളരെ സൗമ്യമായിട്ട് പെരുമാറാൻ സാധിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ മറ്റാളുകൾ വളരെ നല്ല രീതിയിൽ ഞാൻ പെരുമാറുന്നതിൽ നന്ദി. ഇങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ഇത്തരം
നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുക, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്കത് രണ്ട് രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. രണ്ട് രീതിയിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ ഈ വലിയ ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ മോഹൻലാലിനൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അയാൾക്ക് വലിയൊരു ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാലും അത് അധികമൊന്നും എക്സ്പ്രസ് ചെയ്യുന്നത് കാണില്ല. ഇനി വലിയ സങ്കടമുള്ള കാര്യങ്ങളാണെങ്കിലോ അതും എക്സ്പ്രസ് ചെയ്യുന്നത് കാണില്ല. നമ്മളുടെ രീതിയിലേക്ക് പോകും. ഞാൻ ഈ അടുത്ത് വിജയ് മല്യയുടെ ഇന്റർവ്യൂ കണ്ടു. ഓക്കെ, പൊതുവെ എനിക്ക് വിജയ് മല്യ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ പറ്റി. ഇപ്പോൾ റീസെന്റ് ഒരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് എതിരെ പറയുന്ന കാര്യങ്ങളോട് റിയാക്ട് ചെയ്യാൻ പോകരുത്. ഓക്കെ, നമ്മൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. വിജയ് മല്യയുടെ കാര്യം പറയല്ല, ഏതൊരു മനുഷ്യനാണെങ്കിലും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിൽ, ഇപ്പൊ എം എ യൂസുഫ് അലി ഈ ഒരു കാര്യത്തിൽ വളരെ വളരെ വലിയ നിലപാടെടുക്കുന്ന ഒരാൾ. ഒരിക്കല് ഏതോ ഒരു പൊളിറ്റീഷ്യൻ ആണോ അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ അപവാദം കൊണ്ടുവന്നിരുന്നു. നമ്മൾ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അതിനെതിരെ ചോദിക്കുന്ന സമയത്ത് വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഒരു പത്രത്തിന്റെ തന്നെ ഒരു പേജ് കാണിച്ചു കൊടുത്തിട്ട് ശ്രീബുദ്ധന്റെ ഒരു കോട്ട് പറയുന്നുണ്ട്. ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളോട് ഇതാക്കുന്നവരോട് സംസാരിക്കാനോ മറുപടി പറയാനോ നിങ്ങൾ പോരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മമ്മൂട്ടി, മോഹൻലാൽ, ചില പൊളിറ്റീഷ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങളുടെ സെൽഫ് റെഗുലേഷൻ എങ്ങനെയാണ്, നിങ്ങൾക്കൊരു സാഹചര്യങ്ങളോട് പെരുമാറാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്കൊരു സാഹചര്യങ്ങളോട് പെരുമാറാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കൊടുക്കാൻ സാധിക്കുക, നിങ്ങളുടെ സെൽഫ് റെഗുലേഷൻസിൽ ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് എത്ര മാർക്കാണ് കൊടുക്കാൻ സാധിക്കുക, സെൽഫ് അവയർനെസ്സിന് എത്രയാണ് മാർക്ക് കൊടുക്കാൻ സാധിക്കുക നോക്കുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എനിക്ക് രണ്ട് രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഓക്കെ, ഏതൊക്കെ രണ്ട് രീതിയിലുള്ള മോട്ടിവേഷൻ ഏതൊക്കെയായിരിക്കും? ഇൻട്രൻസിക്, എക്സ്ട്രിൻസിക്. സോറി, ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്. ഇൻട്രൻസിക്, ഉള്ളിൽ അതെ നിന്നുള്ളതും അതെ, ഇന്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ, എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ അല്ലേ? അഥവാ ഇൻട്രൻസിക് അതേപോലെ തന്നെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ. അപ്പൊ നമുക്ക് വേണ്ടത്, ഇവിടെ വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ ഒരാളെൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ അയാളുടെ ഒരു ബിസിനസ്സുകാരനായിരുന്നു, ബിസിനസ് ഒക്കെ തകർന്നു. അപ്പൊ ഇനി എന്താണ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറയാണ്, ഞാനൊരു ജോലിക്ക് പോയാലൊന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് ജോലിക്ക് പോകുന്നത്? എൻ്റെ ലൈഫിൽ എനിക്കൊരു ഒരു സിസ്റ്റം ഇല്ല, അഥവാ എനിക്കൊരു ഡിസിപ്ലിൻ ഇല്ല. അപ്പൊ ഞാനത് ജോലിക്ക് പോയിട്ട് റെഡിയാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു പാട്ട് കൂടെ ഞാൻ കവർ ചെയ്യാം. ഇതിൽ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ഡിസിപ്ലിനും മോട്ടിവേഷനും ഇന്റേണൽ മോട്ടിവേഷനും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. നമ്മുടെ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഒരൊറ്റ ക്വാളിറ്റി മാത്രം ഒരാൾക്ക് ലൈഫിൽ കീപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാൾ സക്സസ് ആവും. ഒരു സംശയം വേണ്ട. ഒരൊറ്റ ക്വാളിറ്റി മാത്രം ഒരാൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ അയാൾ സക്സസ് ആവും. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ക്വാളിറ്റി ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് ഇമോഷണൽ ഇന്റലിജൻസും EQ കറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനിലെ പല റൂളുകളും കറക്റ്റ് ആയിരിക്കും. അപ്പൊ എന്താണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? ഇതാണ് ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം. ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ആൾ ഇന്റേണൽ മോട്ടിവേറ്റഡ് ആയിരിക്കും, ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരാൾ എക്സ്റ്റേണൽ മോട്ടിവേറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ബി മാജിക്കിന്റെ ഗ്രൂപ്പ് ആക്റ്റീവ് ആവുകയും അവിടെ ഒരു ചലഞ്ചൊക്കെ വെക്കുന്ന സമയത്ത് മാത്രം കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, ചെയ്യാതിരിക്കുക. അപ്പൊ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഡിസിപ്ലിനാണ് ശരിക്കും എന്ത് വരിക, ഇന്റേണൽ മോട്ടിവേഷൻ ആയിട്ട് വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങളെ നോക്കാനില്ലാത്തപ്പോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് 9:30 നിങ്ങൾക്ക് ഓഫീസിൽ എത്തണം എന്ന് സങ്കല്പിച്ചോളൂ. നിങ്ങൾക്ക് 9:30 ഓഫീസിലേക്ക് എത്തണം. അത് എൻ്റെ ശമ്പളം പോകുന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ബോസ് ചീത്ത പറയുന്നുള്ളത് കൊണ്ടോ ആവരുത്.
അല്ലെങ്കിൽ 5 മണിക്ക് നിങ്ങൾക്ക് എണീക്കണം, അത് ബി മാജിക്കിൽ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കണം എന്നുള്ളത് കൊണ്ടാവാതിരിക്കുക. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാബിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന സംഭവം ഉണ്ടെങ്കിലാണ് അതിനെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ബേണിംഗ് ഡിസയർ ആണ്. അത് വേറൊരാളെ ബോധ്യപ്പെടുത്താനാവരുത്. ഇപ്പോൾ സ്ഥിരമായിട്ട് അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് എന്താണ്, ഒരു ഇന്റേണൽ മോട്ടിവേഷൻ ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മോട്ടിവേഷൻ കിട്ടും. അപ്പൊ ഇന്റേണൽ മോട്ടിവേഷൻ എത്ര ഉണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ ഇന്റേണൽ മോട്ടിവേഷൻ ഉള്ള ആളുടെ പ്രത്യേകത എന്തായിരിക്കും? നിങ്ങൾ ഇന്റേണൽ മോട്ടിവേഷനെ നിങ്ങൾക്ക് അളക്കാനൊരു മാർഗമുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് നോക്കിയാൽ മതി. ഓക്കെ, ഒരുപാട് സമയം ഡൗൺ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണ്? അയാൾക്ക് ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇന്റേണലി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ പർപ്പസ്ഫുള്ളി ആയിരിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ളത് അയാൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയായിരിക്കും അയാൾ എഴുന്നേൽക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സി എന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, സി എന്ന് കമന്റ് ചെയ്തേ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഡിസിപ്ലിന് ഒന്ന് എനിക്ക് പറയണ്ട, നിങ്ങളെ മൈൻഡിൽ കൊടുത്തു നോക്കുക. ഓക്കെ, നിങ്ങളുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കാൻ സാധിക്കും? 10ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക്? ഇതിൽ ടൈപ്പ് ചെയ്യേണ്ട, എൻ്റെ ഡിസിപ്ലിന് എനിക്ക് കൊടുക്കാൻ സാധിക്കുക. 10ൽ എനിക്ക് 10 കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആരും ഈ ബി മാജിക്കിൽ ഉണ്ടാവില്ല. ഓക്കെ, 10ൽ 10 കൊടുക്കാൻ സാധിക്കുന്ന ഒരാൾ ബി മാജിക്കിൽ ഉണ്ടാവുന്ന ചാൻസ് വളരെ കുറവാണ്. ബി മാജിക് മോശമായതുകൊണ്ടല്ലോ കേട്ടോ. ഓക്കെ, 10ൽ 10 മാർക്ക് എന്ന് പറയുമ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും? ഇനി നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒരു റോൾ മോഡൽ ഒന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, അങ്ങനത്തെ ഒരു വ്യക്തിനെ ഒന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങളുടെ റോൾ മോഡലായിട്ട് നിങ്ങൾ കാണുന്ന, അദ്ദേഹത്തെ പോലെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു മെൻറ്റർ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ടൈപ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യും. എല്ലാവർക്കും അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ റോൾ മോഡൽ. നിങ്ങൾക്ക് ആർക്കും റോൾ മോഡൽ ഇല്ലേ? ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഞാൻ ഓഡിബിൾ അല്ലേ? ദിവ്യ ദിനാജിൻ്റെത് അക്ഷയ് കുമാറാണ്. ബഷീർ സാറിൻ്റെ ചിത്തിരപ്പള്ളിയാണ്. പ്രീത മാമിൻ്റെത് APJ അബ്ദുൽ കലാമാണ്. ഓക്കെ, വേറെ കഴിഞ്ഞോ? റോൾ മോഡൽസ് ഈ 3 പേർക്കുള്ളൂ, വേറെ ആൾക്കില്ലേ? APJ മണിസാറിൻ്റെ APJ ആണ്. ഷീല മാമിൻ്റെത് APJ ആണ്. പ്രീത മാമിൻ്റെത് APJ ആണ്. റോസ്ലി മാമിൻ്റെത് സുധാമൂർത്തിയാണ്. വെരി ഗുഡ്. വേറെ ഇനിയുണ്ടോ? വേറെ ആളുകൾക്കില്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്കൊക്കെ കോമൺ ആയിട്ട് ഒരൊറ്റ കാര്യം ഉണ്ടോ നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം നോക്കുക, ഡിസിപ്ലിൻ. APJ അബ്ദുൽ കലാം ഡിസിപ്ലിൻഡ് ആണോ? അക്ഷയ് കുമാർ ഡിസിപ്ലിൻഡ് ആണോ? ചിത്രപ്പള്ളി ഡിസിപ്ലിൻഡ് ആണോ? സുധാമൂർത്തി ഡിസിപ്ലിൻഡ് ആണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യും, യെസ് ഓർ നോ. അക്ഷയ് കുമാറിന്റെ ഒക്കെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഡിസിപ്ലിനാണ്, ചെറുതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഉറക്കത്തിന്റെ റൊട്ടീന്, അദ്ദേഹം ഏത് സമയം വരെ ഭക്ഷണം കഴിക്കും, ഏത് ടൈപ്പ് ഓഫ് ഭക്ഷണം കഴിക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. ഒരു ഫിലിം സ്റ്റാർ ഇങ്ങനെയൊക്കെ ആവാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, അക്ഷയ് കുമാർ ഏത് സമയത്താണ് ഉറങ്ങാറുള്ളതാരോ? ഏത് സമയത്ത് ഉറങ്ങാറുള്ളത് ദിവ്യ മാം? അക്ഷയ് കുമാറിന്റെ ഒരു ഉറക്കത്തിന്റെ സമയം 9 മണി. 9 മണി. ഇത്രയും വലിയൊരു ഫിലിം സ്റ്റാർ 9 മണിക്ക് ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മൊബൈൽ എത്രമാത്രം. ഞാനിപ്പോ ഡീപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ ഫുള്ളി ഡിസ്കസ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളാണ്. ഡിസ്ട്രാക്ഷൻസ് നമുക്ക് എങ്ങനെ ഒഴിവാകുന്നുണ്ട്. സോ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ് ഈ ഇന്റേണൽ മോട്ടിവേഷൻ എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുന്ന ഒരു കാര്യം. 4ാമത്തെ ഒരു കാര്യമാണ് എമ്പതി സിമ്പതി തമ്മിലുള്ള മാറ്റം എന്താ? നിങ്ങൾ കുറെ ക്ലാസ് ആയിട്ടൊന്നും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ജസ്റ്റ് ചോദിക്കാം. എമ്പതി സിമ്പതി തമ്മിലുള്ള മാറ്റം
ആർക്കും പറയാം. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എംപതി ആൻഡ് സിമ്പതി? സിമ്പതി സാധാവം, എമ്പതി അനുകമ്പ അയാളുടെ ചെരുപ്പം മേലെ നമ്മൾ കയറി നിൽക്കുമ്പോ ഉണ്ടാകും അയാളുടെ അനുഭവം ഫീൽ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സിമ്പതിയും എമ്പതി അല്ലേ? ബഷീർക്ക് അത് പറയാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആളാണ്. കാരണം എന്താ, എമ്പതറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ ഒരു ഹെഡിലുള്ള ഒരാളാണ് ബഷീർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കെയർ ഹോം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വളരെ സിമ്പിളി നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു കണ്ണ് കാണാത്ത ഒരാള് ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ണ് കാണാത്ത ഒരാൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനും ഒരു സുഹൃത്തും അവിടെയുണ്ട്. വേറെ രണ്ട് വ്യക്തികളുണ്ട്. ഞാനും ഒരു വ്യക്തിയുണ്ട്, വേറെ 2 വ്യക്തികളുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയാണ്, അയ്യോ കണ്ണ് കാണാത്ത ഒരാളല്ലേ, അയാൾക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും, പാവല്ലേ, ഓക്കെ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരല്ലേ, നമുക്ക് കണ്ണൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറയുന്നതാണ് സിമ്പതി. മറ്റൊരാളുണ്ട്, അയാൾ നേരെ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു, ആ റോഡ് ക്രോസ് ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ചു. അതാണ് എമ്പതി. ക്ലിയറാണോ? അവിടെ ആക്ട് ചെയ്യുന്നതാണ് എമ്പതി. നമ്മൾ ഇവിടുത്തെ സഹതപിക്കല്ല, നമുക്ക് അതിനെതിരെ എന്താണ് ചെയ്യാൻ സാധിക്കുക, ഇതിനാണ് നമ്മൾ എമ്പതി എന്ന് പറയാം. ഈ എമ്പതി എന്ന് പറയുന്നതാണ് ഇമോഷണൽ ക്വോഷ്യൻസിലെ മറ്റൊരു കാര്യം. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്, ഫോസ്റ്ററിങ് ഡീപ്പ് കണക്ഷൻ. അയാളുടെ ചെരുപ്പ് നമ്മൾ ധരിക്കുക, അയാളുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു ക്വാളിറ്റി ഒക്കെ വരുന്നതോട് കൂടിയിട്ട് നമ്മളെ ദേഷ്യം എന്ന് പറയുന്ന സംഭവത്തിന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഓക്കെ, അയാളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഓക്കെ, നമുക്ക് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ സംഭവമാണ് ഡ്രൈവിങ്. ഓക്കെ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ട്രാഫിക്കിലൊക്കെ ഒന്ന് ഇതാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാ ഈക്യു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സെൽഫ് അവയർനെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് റെഗുലേഷൻ മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ മോട്ടിവേഷൻ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ എമ്പതി മനസ്സിലാക്കാൻ സാധിക്കും. 5ാമത്തെ കാര്യമാണ് സോഷ്യൽ സ്കിൽ, ബിൽഡിംഗ് ആൻഡ് മാനേജിങ് റിലേഷൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനുള്ള കഴിവ്, സോഷ്യലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള കഴിവ്, നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉൾന്നുപൊളിഞ്ഞിരിക്കുന്ന ആളുകളാണ്. ഈ 5 കാര്യങ്ങളിലും കോമൺലി ഓക്കെ ആകുമ്പോഴാണ് ഒരാൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വേണ്ടത് ഇക്യു ആണെന്നുള്ളതാണ്. ഇക്യു ആണ് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇറയിലെ ഏറ്റവും വലിയ സ്കില്ലായിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവായിട്ട് പറയുന്നത് ഐക്യു അല്ല, ഇക്യു ആണ്. ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇമോഷണൽ ഇന്റലിജൻസ് ദ കീ ടു ക്രിയേറ്റിംഗ് ദ ലൈഫ് യു ഡിസയർ. നിങ്ങൾ മനസ്സിലാക്കുക, ഇമോഷണൽ ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനുള്ള ക്യൂ. ഇറ്റ് ഹെൽപ്സ് യു ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ് ആൻഡ് ദോസ് അറൌണ്ട് യു. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ചുറ്റുപാടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെറ്റിംഗ് ദ ഫൗണ്ടേഷൻ ഫോർ എ പോസിറ്റീവ് ആൻഡ് അലൈൻഡ് മൈൻഡ് സെറ്റ്. ഒരു അലൈൻഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവണമെങ്കിൽ ഈ 5 കാര്യങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൊണ്ടുവരാനും വേണ്ടിയിട്ട് പറ്റണം. ഈ 5 കാര്യങ്ങളെയും നിങ്ങൾക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് പറ്റണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കാം, സെൽഫ് അവയർനെസ് ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ കണക്റ്റഡ് ആണോ? നിങ്ങളൊന്ന് പറഞ്ഞോളൂ, സെൽഫ് അവയർനെസ് ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ കണക്റ്റഡ് ആണോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കണക്റ്റഡ് ആണെങ്കിൽ സി എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ എന്ന് കമന്റ് ചെയ്യുക. കണക്റ്റഡ് ആണോ? അല്ലേ, മിസ് പറഞ്ഞിട്ട് കണക്റ്റഡ് ആണ്. നമുക്കറിയാം എന്താണ് ബീങ് അവെയർ ഓഫ് യുവർ ഇമോഷൻ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് യു ആർ അലൈൻമെന്റ് വിത്ത് യുവർ ഡിസയർ. അല്ലേ, നമ്മളെ മൂഡ് നല്ലതാണോ അല്ലേ എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ ലൈഫിലേക്ക് നല്ല കാര്യമാണോ സംഭവിക്കാൻ പോകുന്നത്, ചീത്ത കാര്യമാണോ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഫിയർ അല്ലെങ്കിൽ ആങ്കർ, ഇതൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സെൽഫ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡാണ്. ഓക്കെ, നമുക്ക് ലൈഫിൽ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ കൺട്രോളിങ് നെഗറ്റീവ് ഇമോഷൻ ഈസ് ക്രൂഷ്യൽ. അല്ലേ, ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, പോസിറ്റീവ് ഇമോഷൻസിൽ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പൊ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിന് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ തെറ്റായിരിക്കും. വളരെ തെറ്റായിരിക്കും. ഓക്കെ, വളരെ തെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ, ഇപ്പോൾ എക്സാമ്പിൾ, ചെറിയ എക്സാമ്പിൾ പറയാം, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പറയും, എങ്കിൽ നമുക്ക് ട്രിപ്പ് പോകാന്നൊക്കെ പറയുന്നുണ്ടാവും. നമ്മൾ അടുത്ത വീക്കിൽ നമ്മൾ ട്രിപ്പ് പോകുന്നു പറയും.
നമ്മളെ ഫാമിലി ഒക്കെ ഇത് പ്രതീക്ഷിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ. അടുത്ത വീക്ക് ആകുന്ന സമയത്താണ് നമുക്ക് വേറെ എന്തൊക്കെയോ വിഷയങ്ങൾ, ബിസിനസ്സിലെ വിഷയങ്ങൾ, പേഴ്സണൽ ലൈഫിലെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇതിനെന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. എന്താണ്, നേരത്തെ എടുത്ത തീരുമാനം തെറ്റി. അപ്പൊ അതാ ട്രിപ്പ് ചിലപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫാമിലിയുടെ പ്രശ്നം ഉണ്ടാവില്ല. ഈ ട്രിപ്പ് അനൗൺസ് ചെയ്തത് പോവാതിരുന്നതുകൊണ്ട് മാത്രം എന്തുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട്. പിന്നെ മോട്ടിവേഷൻ എന്താണ്, മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നിങ്ങളെ ഫോക്കസ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ പവർഫുൾ ആയിട്ടുള്ള ഡിസയറിലേക്ക് നിങ്ങളിങ്ങനെ രാവിലെ എണീറ്റ് നിങ്ങളുടെ വിഷൻ ബോർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷനിൽ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈക്യു എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എമ്പതിയാണ്. എമ്പതി എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് എമ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ബി മാജിക് അല്ലെ, ബി മാജിക്കിന്റെ ഒരു മീറ്റപ്പിന് വന്നപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായോ? ഇല്ല. ഇനി അവിടെ നെഗറ്റീവ് ആയിട്ട് എന്താ പറയാനുള്ളത്, ചില ആളുകൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, ചില ആളുകളൊക്കെ ഫുഡിന്റെ കാര്യങ്ങൾ വല്ലാണ്ട് പറയുന്നുണ്ട്. ഓക്കെ, ഫുഡ് രസമല്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ ഇവർ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും ചെറിയൊരു കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കുന്ന 90% ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആവുന്ന സമയത്ത് ഫുഡിന്റെ കാര്യത്തിൽ വല്ലാതെ വേവലാതിപ്പെടുന്ന ചില ആളുകളെ കണ്ടു. ഒരാളെ പേഴ്സണലി പറയല്ലോ, കോമൺലി അല്ലെ. അപ്പൊ അവിടെ ഒരു ഡിസ്കഷൻ വരികയാണെങ്കിൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുകയാണെങ്കിൽ എനിക്കറിയാം ഫുഡിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടാവില്ല അല്ലെ. അല്ലെങ്കിൽ അവിടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സംഭവിച്ചത് നോക്കാം. 8 മണിക്കാണ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. നിങ്ങൾക്ക് എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്? ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ് കിട്ടിയത്? 9 മണി, 9-ന് ശേഷം. 9:15 ശേഷമാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് അല്ലെ. അപ്പൊ എല്ലാവരും നെഗറ്റീവായിട്ട് ഇങ്ങനെ തുടങ്ങുമായിരുന്നു. ഇങ്ങനെ ഫുഡിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഫുഡ് വരുന്നില്ല. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് മൊബൈലിലൊക്കെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരുടെയും എന്തെങ്കിലും പ്രവീണ മാം ഇടപെട്ടു, വളരെ സൈക്കോളജിക്കൽ ഇടപെട്ടിട്ടാണ് എന്തെല്ലാവരും മൊബൈലൊക്കെ എടുക്കുന്നത്, മൊബൈലൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ അവളുടെ പാട്ടിലേക്കും ഡാൻസിലേക്കൊക്കെയാണ് പിന്നെ അവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇമോഷൻസിനെ അവിടെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ 9:15 ഇതുവരെയുള്ളത് ഒരു 45 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. 45 മിനിറ്റ് അതിന് ശേഷം ടോട്ടൽ 1.25 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ തന്നെ 2 തവണ പോയി ചോദിച്ചു. ഓക്കെ, അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായ സംഭവം ഞാൻ മനസ്സിലാക്കുന്നത്, അവര് രാവിലെ ഫുഡ് കഴിപ്പിച്ച സ്ഥലത്ത് അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അവർ ഓടിക്കഴിച്ച് എന്തൊക്കെയോ നമ്മളത്തേക്ക് എത്തിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളവിടെ എന്താണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, ആ ഒരു പാർട്ടില് നമുക്ക് എങ്ങനെയാണ് അവിടെ എമ്പതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ കണക്ട് ആകാൻ നോക്കുക. ഓക്കെ, അവിടെ നമുക്ക് 2 രീതിയിൽ ഇവരെന്താണ്, ഇവര് ഫുഡ് ലേറ്റ് ആവുന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആവാം. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം, അവരെന്തായാലും പോയി റിസോർട്ട് നടത്തുന്ന ആളുകളാണല്ലോ, മനഃപൂർവ്വം അവരത് ചെയ്യില്ലല്ലോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നാണ് അവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യം. 5-മത്തെ കാര്യമാണ് സോഷ്യൽ സ്കില്ല് അല്ലെ. നമുക്ക് എപ്പോഴും നല്ല ആളുകളുമായിട്ട് കണക്ട് ആവാൻ സാധിക്കുക. ഇപ്പൊ ബിമാജിക്കിലേക്ക് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നല്ല ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് അന്ന് പോരുമ്പോൾ നിങ്ങൾക്കൊരു ഹീൽ ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും അല്ലെ. നല്ലൊരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ വിട്ടു പോരാൻ തോന്നാത്തൊരു സംഭവം. എല്ലാവർക്കും വീട്ടിലേക്ക് എത്തണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇനി അങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും എന്ത് ചെയ്യാം വരിക. ബാക്കിയൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവും. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ ചോദിക്കാവുന്നതാണ്. സോ ഈ ഇക്യൂനെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ, സെൽഫ് അവയർനെസ്സിന് എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടോ സാറേ? എങ്ങനെ മനസ്സിലായില്ല? ഹലോ, ചോദ്യം മനസ്സിലായില്ല. സെൽഫ് അവയർനെസ് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ വലിയ ഫോർമാറ്റ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഫോർമാറ്റ് വല്ലതും ഉണ്ടോ സെൽഫ് അവയർനെസ്സിന്? സെൽഫ് അവയർനെസ്സിന് ഫോർമാറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്, അതിനെന്തെങ്കിലും ട്രാക്കിംഗ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്? ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാളോട് അവരുടെ സെൽഫ് അവയർനെസ് നോക്കാൻ പറയുവാണെങ്കിൽ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, നിങ്ങളിപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു റിഫ്ലക്ഷൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കൊടുക്കുക. നിങ്ങളൊരു ദിവസം എന്ത് ചെയ്യാറോ, ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ കാര്യങ്ങൾ, നിങ്ങൾ പേനയും പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നിങ്ങൾ നോക്കുക, ഇന്നലെ നിങ്ങൾ വാട്ട് മെയ്ഡ് യു ഹാപ്പി, സ്ട്രെസ്ഡ് ഓർ ആങ്ഷ്യസ്. ഫോർ എക്സാമ്പിൾ,
ഇന്നലെ നിങ്ങളെ സന്തോഷിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നിങ്ങളെ സ്ട്രെസ് ആക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ആങ്ഷ്യസ് ആക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഓരോ ഡിഫറെന്റ് സിറ്റുവേഷൻസിലും നിങ്ങൾ എങ്ങനെയാണ് ഇതിനോട് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏത് സമയത്താണ് നിങ്ങളുടെ ഈ ഇമോഷണൽ റെസ്പോൺസും പാറ്റേൺസും വരുന്നത്. ഓക്കെ, എന്താണ് ഇത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കാം. അതാണ് നേരത്തെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിരിക്കുന്നത്, ഇന്നലെയിലൂടെ നിങ്ങളൊന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്നലെ എണീറ്റത് മുതൽ കിടക്കുന്നത് വരെ നോക്കണം. ഇന്നലെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഉച്ച വരെയുള്ള സമയത്തിൽ എൻ്റെ EQ എന്ന് പറയുന്നത് വളരെ ലോ ആണ്, എനിക്കറിയാം. ഓക്കെ, എൻ്റെ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഇന്നലെ വളരെ ലോ ആണ്. ഒരു ഉച്ച വരെ 2 മണി വരെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഓക്കെ, ആ ഒരു 3 മണി അല്ലെങ്കിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു 3 o'clock 4 o'clock 5 o'clock 3 o'clock മുതൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. 3:30 മുതൽ, ഐ തിങ്ക് 3:30 മുതൽ എനിക്ക് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ആ 3:30 ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഓക്കെ ആയി. 5 o'clock ആകുന്ന സമയത്ത് മീറ്റിംഗ്, ആ മീറ്റിങ്ങിന് ശേഷം ഞാൻ നല്ല ഓക്കെ ആയി. ഓക്കെ, പിന്നെ ഞാൻ രാത്രി കിടക്കാനാകുമ്പോഴേക്കും വളരെ ഓക്കെ ആയിട്ടാണ് കിടന്നത്. പക്ഷെ എൻ്റെ ഒരു 8 to 2 എന്ന് പറയുന്നത് വളരെ, എൻ്റെ EQ എന്ന് പറയുന്നത് വളരെ ലോ ആയ ഒരു സമയമായിരുന്നു. ഓക്കെ, ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു, ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ അതിനോട് പ്രതികരിച്ച രീതി ഓക്കെയാണ്. ക്ലിയർ ആണോ? ഞാനിതൊക്കെ ആണെങ്കിലും ഞാൻ അതിനോട് പ്രതികരിച്ച രീതി എന്താണ്, ഓക്കെയാണ്. എനിക്ക് നല്ല ഹെഡ് ഏക്ക് ഉണ്ടായിരുന്നു, അത് എൻ്റെ ബോഡി എന്നോട് പ്രതികരിച്ച് വെച്ച് എനിക്ക് ആ ദേഷ്യം ഉണ്ടാക്കിയ ആളുകളോടോ കാര്യങ്ങളോടോ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആരോടും ഞാൻ മോശമായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഓക്കെ, അതിനിടയിൽ ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഇന്നലത്തിലൂടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ശീല? ഓക്കെ സർ, അതെ അതെ, ക്ലിയർ ആണ്. താങ്ക് യു സർ. ഈ 5 കാര്യങ്ങളും നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 5 കാര്യങ്ങളും റിഫ്ലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാം, നിങ്ങൾ ഫീഡ്ബാക്ക് എടുത്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് 1 to 10 മാർക്ക് കൊടുത്ത് നോക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ട്രാക്ക് ഷീറ്റിലൊക്കെ ഉണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? താങ്ക് യു. ഓക്കെ, ഹാബിറ്റ് ട്രാക്കിൽ ഇത് ഉൾപ്പെടുത്താം അല്ലേ സർ? ഹാബിറ്റ് ട്രാക്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ഹാബിറ്റ് ട്രാക്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പാർട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ ലൈഫ് സക്സസ് ആവുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി, ഇനി എസ്പെഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, മൊബൈൽ ഫോൺ അവരോട് മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 5 കാര്യങ്ങൾക്ക് അവരിൽ അനലൈസ് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അത്രയും നമ്മുടെ EQനെ എന്ത് ചെയ്യാണ്, അത്രയും ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ ഒരു റീല് കാണുന്ന സമയത്ത് അല്ലെ, ഒരു റീല് കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോകും. 30 സെക്കൻഡ് ഒരു ഇമോഷൻ ആണെങ്കിൽ അടുത്ത 30 സെക്കൻഡ് വേറെ ഇമോഷനാണ് അല്ലെ. അപ്പം ഈ ആളുകൾ ഇപ്പൊ എക്സാമ്പിൾ ഈ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത്, എൻ്റെ മോനിസ് ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഇവരങ്ങനെ വെടിയങ്ങനെ വെക്കുന്നുണ്ട് കുറെ ആളുകളെ. പക്ഷെ എന്തിനാണ് വെടി വെക്കുന്നത്? ഒരു രസത്തിന്. അപ്പൊ വണ്ടിയൊക്കെ ഓടിച്ചു കൊല്ലുന്നത് എന്തിനാണ്? ഇവരൊക്കെ വണ്ടിയൊക്കെ ഇടിപ്പിച്ച് എന്തിനാ കൊല്ലുന്നത്? എന്തിനാണ്? എനിക്ക് ജയിക്കണം അല്ലെ, എനിക്ക് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നുള്ള. അപ്പൊ ഞാൻ അവനെ ഒന്ന് മാറ്റി എഴുതിയിട്ട്, ഗെയിമിന് മുമ്പ് ഒന്ന് മാറ്റി എഴുതിയിട്ട് പറഞ്ഞു, ഓക്കെ, നമുക്ക് കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും ആയുള്ള ഗെയിംസുകളുണ്ട്. നീ ഗെയിം കളിക്കുമ്പോൾ നീ ജയിക്കണം. നീ ജയിക്കണത് എന്താവരുത്, ഒരാളെ കൊന്നിട്ടാവരുത്. ഓക്കെ, പിന്നെ കുറെ ചീറ്റ് കോഡൊക്കെ അടിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചീറ്റ് കോഡ് അടിച്ചിട്ട് വരരുത്. ഇത് രണ്ടും നിനക്ക് റോങ് ആയുള്ള മെസ്സേജ് തരാം. നീ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക, ഒരാളെയും തട്ടിക്കാതെ വണ്ടി ഓടിച്ചതിൽ പഠിക്കുക. അപ്പൊ നിന്റെ വണ്ടി അങ്ങനെ. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ മാറ്റങ്ങൾ വന്നു. എന്നാലും സ്വാഭാവികമായിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യാം, മറ്റേതിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യും, അറിയാതെ ഒരു എമ്പതി നഷ്ടപ്പെട്ടു പോകും അല്ലെ. ഇപ്പൊ ഞാനും എൻ്റെ കാര്യങ്ങളുടെ രീതിയിലേക്ക് മാത്രം എന്ത് ചെയ്യും, അവർ പോകും. അപ്പം നമ്മൾ നോക്കുക, നമ്മുടെ ഈ 5 ഇമോഷൻസിനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന് റിഫ്ലക്ട് ചെയ്താൽ മതി. നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ഇരുന്നാൽ മതി. അവിടെയാണ് നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ബേസിക്കലി നമുക്ക് ഇതൊക്കെ വരും. ദേഷ്യം വരും, സങ്കടം വരും, എമ്പതി കുറയും, സിമ്പതിയിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും, കൂടുതൽ സിമ്പതറ്റിക് ആവും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ടാണ് പല ആളുകളും പല രീതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പൊ ബുദ്ധിയുടെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സംഭവമാണ് EQ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ്?
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു ഓൾ. മുഫീദൊക്കെ എന്തോ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ EQ ഏറ്റവും നല്ല രീതിയിൽ ഉൾപ്പെടുത്താനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ EQ എത്രയാണ് നിങ്ങൾക്കുള്ളതെന്ന് സെർച്ച് ചെയ്യാനുള്ള ധാരാളം ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ 5 EQ ഏതാണ്. ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, സോ താങ്ക് യു. താങ്ക് യു സർ. Thank you. Thank you, Faith sir. Thank you all. Thank you, sir. Thank you. Thank you, sir.